നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് വീരഭദ്രൻ്റെ ഒരു മാലാമന്ത്രമാണ്. വീരഭദ്രൻ്റെ സാധാരണ ഒരു മന്ത്രമല്ല. ഇത് അഘോര പ്രളയകാല ഹുങ്കാര സംഹാര വീരഭദ്ര മാലാമന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു മഹാമന്ത്രമാണ്. ഈ മന്ത്രം സിദ്ധി നേടിയാൽ സർവഗ്രഹങ്ങളെയും ബന്ധിക്കാം എന്നാണ് പ്രയോഗവിധിയിൽ പറയുന്നത്. അതായത് നവഗ്രഹങ്ങളുടെ ഒരു ദൃഷ്ടി പോലും ഈ മന്ത്രം ജപിച്ച് സിദ്ധിയായവൻ്റെ നേർക്ക് വരികയില്ല എന്നാണ് മന്ത്രഫലശ്രുതിയിൽ പറയുന്നത്. അതുമാത്രമല്ല, പ്രേതഭൂതാദികളെ മുഴുവൻ ഈ മന്ത്രം കൊണ്ട് ബന്ധിക്കാമെന്നും പറയുന്നുണ്ട്. ഇതൊരു അഘോര സ്വഭാവമുള്ള മന്ത്രമായതുകൊണ്ട് കുറച്ച് ഉഗ്രതയുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി ജപിച്ച് നമ്മളൊരു പരമശിവനെ ധ്യാനിച്ച് ഐക്യം വരുത്തിയതിന് ശേഷം മാത്രമേ ഈ അഘോര പ്രളയകാല ഹുങ്കാര വീരഭദ്ര മഹാമന്ത്രം ജപിക്കാൻ പോലും പാടുള്ളൂ. ഇതിൻ്റെ പ്രയോഗങ്ങളും എല്ലാം ഗുരുപദേശം വേണ്ടതായതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ പറയുന്നത് വീരഭദ്ര മാലാമന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതുപോലെ അതിൻ്റെ ജപ വിധാനവും മാത്രം പറയുന്നു. മന്ത്രം: സംഹാര രുദ്രഋഷി ജഗതിച്ഛന്ദ ശ്രീ അഘോര പ്രളയകാല ഹുങ്കാര വീരഭദ്രോ ദേവത ഹ്രാം ബീജം ഹ്രീം ശക്തി ഹൂം കീലകം സർവോപദ്രവനാശാർത്ഥേ ശ്രീ അഘോര വീരഭദ്ര പ്രസാദ സത്യാർത്ഥേ ജപേ വിനിയോഗ. ധ്യാനം: രുദ്രം രൗദ്രാവതാരം ഉദവഹനയനം ഊർധകേശം സുദംഷ്ട്രാം വ്യോമാംഗം ഭീമരൂപ ഖിണിഖിണിരവസ ജ്വാലമാലാവൃതാംഗം ഭൂതപ്രേതാതിനാദം കരകമലയുഗേ കട്കപാത്രേ വഹന്തം വന്ദേം ലോകൈകവീര്യം ത്രിഭുവനവിരുദം ശ്യാമളം ശ്രീവീരഭദ്രം. അതായത് രൗദ്ര രൂപത്തിലുള്ള കിണികിണി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന, കണ്ണുകളിൽ തീച്ചൊലിക്കുന്ന ഭീമരൂപമുള്ള ഉഗ്ര അഘോര വീരഭദ്രൻ്റെ ധ്യാനം ശ്ലോകമാണിത്. അതിനുശേഷം മാലാമന്ത്രമാണ് പറയുന്നത്. കുറച്ച് വലുതാണ്. ഓം ഹ്രീം ഭീം ഓം നമോ ഭഗവതേ ശ്രീ അഘോര വീരഭദ്രായ ത്രിനേത്രമുകുടായ ചന്ദ്രകലാധരായ ജടാജൂഢമണികുണ്ടലഭൂഷണായ മഹാഭയങ്കര സ്വരൂപായ മഹാപ്രളയകാല സ്വരൂപായ യുഗയുഗാന്തകാല പ്രചണ്ഡദംസകായ കഠ്വാംഗകപാല പാശതൃശൂലഡമരുക കർവാല ഫലഘട്ക ധനുർഹസ്തായ അനന്തകർണകുണ്ടലായ വാസുകീകർണാഭരണായ തക്ഷകഹാരായ കാർക്കോടക യജ്ഞോപവിധായ മഹാപത്മവന്ദിത പാദയുഗലായ സർവഗുണഡംബര വിനോദനായ ശംഖപാലകടികസൂത്ര പത്മപാദപുരികടകായ ആചാരപ്രതിപാലനായ അനാചാര സംഹാരനായ അദ്ഭുത ശക്തിപ്രദായ മൗക്തികമുക്താഭരണായ ദക്ഷമഖവിധ്വംസനായ സോമസൂര്യാഗ്നിലോചനായ ഓം ശ്രീ അഘോര പ്രളയകാല ഹുങ്കാര അഘോര വീരഭദ്ര ബ്രഹ്മഗ്രഹം ബന്ധേ ബന്ധേ വിഷ്ണുഗ്രഹം ബന്ധേ ബന്ധേ രുദ്രഗ്രഹം ബന്ധേ ബന്ധേ കേതുഗ്രഹം ബന്ധേ ബന്ധേ ഇന്ദ്രദശഗ്രഹം ബന്ധേ ബന്ധേ അഗ്നിദശഗ്രഹം ബന്ധേ ബന്ധേ യമദശഗ്രഹം ബന്ധേ ബന്ധേ നൈരുതിദശഗ്രഹം ബന്ധേ ബന്ധേ വരുണദശഗ്രഹം ബന്ധേ ബന്ധേ വായുദശഗ്രഹം ബന്ധേ ബന്ധേ കുബേരദശഗ്രഹം ബന്ധേ ബന്ധേ ഈശാനദശഗ്രഹം ബന്ധേ ബന്ധേ ആകാശദശഗ്രഹം ബന്ധേ ബന്ധേ അവാന്തരദശഗ്രഹം ബന്ധേ ബന്ധേ പാതാളദശഗ്രഹം ബന്ധേ ബന്ധേ യക്ഷഗണം ബന്ധേ ബന്ധേ രാക്ഷസഗണം ബന്ധേ ബന്ധേ ഗന്ധർവഗണം ബന്ധേ ബന്ധേ കിന്നരഗണം ബന്ധേ ബന്ധേ കിംപുരുഷഗണം ബന്ധേ ബന്ധേ ഭൂതഗണം ബന്ധേ ബന്ധേ പ്രേതഗണം ബന്ധേ ബന്ധേ പിശാചഗണം ബന്ധേ ബന്ധേ ബ്രഹ്മരാക്ഷസഗണം ബന്ധേ ബന്ധേ ജാതിഗ്രഹം ബന്ധേ ബന്ധേ കുംഭിനിഗ്രഹം ബന്ധേ ബന്ധേ ശുംഭിനിഗ്രഹം ബന്ധേ ബന്ധേ ബാലഗ്രഹം ബന്ധേ ബന്ധേ ശാഗിനിഗ്രഹം ബന്ധേ ബന്ധേ ഡാഗിനിഗ്രഹം ബന്ധേ ബന്ധേ ഹാഗിനിഗ്രഹം ബന്ധേ ബന്ധേ മോഹിനിഗ്രഹം ബന്ധേ ബന്ധേ കാമിനിഗ്രഹം ബന്ധേ ബന്ധേ വീരഗ്രഹം ബന്ധേ ബന്ധേ ശൂരഗ്രഹം ബന്ധേ ബന്ധേ ലന്തിഗ്രഹം ബന്ധേ ബന്ധേ ചണ്ഡിഗ്രഹം ബന്ധേ ബന്ധേ ശ്മശാനക്കാട്ടേരിഗ്രഹം ബന്ധേ ബന്ധേ ജലക്കാട്ടേരിഗ്രഹം ബന്ധേ ബന്ധേ രക്തക്കാട്ടേരിഗ്രഹം ബന്ധേ ബന്ധേ ഷൂട്ടേരിഗ്രഹം ബന്ധേ ബന്ധേ നാട്ടേരിഗ്രഹം ബന്ധേ ബന്ധേ കന്നിയേരിഗ്രഹം ബന്ധേ ബന്ധേ കാഞ്ചിലേരിഗ്രഹം ബന്ധേ ബന്ധേ നവിലേരിഗ്രഹം ബന്ധേ ബന്ധേ മുട്ടേരിഗ്രഹം ബന്ധേ മുനിയേരിഗ്രഹം ബന്ധേ ചതുഷ്ഷഷ്ടി മന്ത്രസ്ഥാപിത ഗ്രഹാൻ ബന്ധേ ബന്ധേ ജടാമുനിഗ്രഹം ബന്ധേ ഏവലമുനിഗ്രഹം ബന്ധേ ശ്മശാനവാസുവിഗ്രഹം ബന്ധേ നാനാവർണഗ്രഹം ബന്ധേ ബന്ധേ നാനാജാതിഗ്രഹം ബന്ധേ ബന്ധേ സർവദുഷ്ടഗ്രഹാൻ ബന്ധേ ബന്ധേ. ഓം അഘോര പ്രളയകാല ഹുങ്കാര സംഹാര വീരഭദ്രായ ബ്രഹ്മാണ്ഡ രോമകൂപ വിലംബിതായ ലോകൈകനാഥായ ത്രൈലോക്യദംബരായ ഓം ഭീം അഘോര പ്രളയകാല ഹുങ്കാര സംഹാര വീരഭദ്ര ആഗച്ഛ ആഗച്ഛ ആകർഷയ ആകർഷയ ആവേശയ ആവേശയ അവതാരയ ലല്ലലലല്ല ലിലിലിലി ലുലുലുലുലു അഘോര പ്രളയകാല വീരഭദ്ര ശീഘ്രം ശീഘ്രം ആകർഷയ ആകർഷയ ആവേശയ ആവേശയ സ്തംഭയ സ്തംഭയ മോഹയ മോഹയ ഭ്രമയ ഭ്രമയ ഭീഷയ ഭീഷയ പേശയ പേശയ അപൂര പാരു പാരു പോക്കു ഹ്രാം ഹ്രീം റൂം ശ്രീം അഘോര പ്രളയകാല ഹുങ്കാര അഘോര വീരഭദ്ര നമസ്തേ നമസ്തേ സ്വാഹ. ഇത് ഒരു ഉഗ്രമന്ത്രമാണ്. ഇത് ധ്യാനശ്ലോകവും ഈ മന്ത്രവും ഒരു തവണ വീതം 41 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഈ ഉഗ്രമൂർത്തിയുടെ സാമീപ്യം നമുക്കറിയാവുന്നതാണ്. സർവ്വഗ്രഹദോഷങ്ങളും ഒരു വ്യാഴവട്ടക്കാലം, അതായത് 12 മാസത്തേക്ക് ബന്ധിച്ചു പോയിരിക്കും. അതുപോലെ 9 തേങ്ങയിൽ ഗ്രഹങ്ങളെ ബന്ധിക്കുന്ന പ്രയോഗങ്ങളും അതൊക്കെ വളരെ ഗുരുപദേശത്തോട് ചെയ്യേണ്ടതായതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. അതുപോലെ ഒരു ഭൂതപ്രേത ബാധകളും ഈ മന്ത്രത്തിൻ്റെ ഉപാസിക്കുന്നവൻ്റെ അടുക്കൽ പോലും വരികയുമില്ല. ആൾരൂപത്തിലേക്ക് ആവാഹിക്കുന്ന കർമ്മങ്ങളും ക്രിയകളും പിന്നീട് ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഈ അഘോര വീരഭദ്ര മന്ത്രം നിങ്ങളുടെ അറിവിലേക്കായി തരുന്നു. നമസ്കാരം.